നമസ്കാരം. പ്രധാന വാർത്തകൾ. മാമി തിരോധാന കേസ് അട്ടിമറിച്ചതിൽ ഉന്നതരുടെ പങ്ക് കൂടി വെളിച്ചത്ത് വരണം. പ്രതികരിച്ച കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും. കുടുംബം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നെന്ന വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. പ്രാഥമിക ഘട്ടത്തിൽ കുടുംബം നൽകിയ പല നിർണായക വിവരങ്ങളും നടക്കാവ് പോലീസ് മുഖവിലക്കെടുത്തില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച നടക്കാവ് പോലീസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും കുടുംബത്തിന്റെയും പ്രതികരണം. മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി. കന്യാസ്ത്രീക്കെതിരെ കേസെടുത്ത് പോലീസ്. അഭിഭാഷകയും കന്യാസ്ത്രീയുമായ ടീന ജോസിനെതിരെയാണ് കേസെടുത്തത്. ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് കമന്റായാണ് ടീന വധഭീഷണി മുഴക്കിയത്. DGPക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊന്നുകളയുമെന്നായിരുന്നു ടീന ജോസിന്റെ വധഭീഷണി. വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ സഭാ നേതൃത്വം ടീന ജോസിനെ തള്ളിപ്പറഞ്ഞിരുന്നു. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവം. സംഘത്തിലെ 2 ഗുണ്ടകൾ പിടിയിൽ. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസനുമാണ് പിടിയിലായത്. സുനിലിന്റെ ഡ്രൈവറെ ഇടം കൈകൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ പിടിയിലായിരുന്നു. കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ 3 പേരും പിടിയിലായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയാണ് കൊട്ടേഷൻ നൽകിയത്. സാമ്പത്തിക ഇടപാടിലെ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചത്. വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടി +1 വിദ്യാർത്ഥിനി ഗർഭിണി. സീനിയർ വിദ്യാർത്ഥിക്കെതിരെ കേസ്. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥിയായ 19-കാരനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടി അവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ അമ്പലത്തറ പോലീസിൽ പരാതി നൽകി. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 19-കാരനെതിരെയാണ് പോക്സോ പ്രകാരം കേസെടുത്തത്. പീഡനം നടന്നത് കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അവിടേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണം. രാഹുൽ നിരപരാധി. അവിശ്വസിച്ചത് തെറ്റായിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K സുധാകരൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പറഞ്ഞ K സുധാകരൻ രാഹുൽ നിരപരാധിയാണെന്നും അഭിപ്രായപ്പെട്ടു. രാഹുലിനെ അവിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നും രാഹുലുമായി താൻ വേദി പങ്കിടുമെന്നും K സുധാകരൻ വ്യക്തമാക്കി.